ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ തുടരും എന്ന സിനിമയിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ഒരു മലയാളം സിനിമ 150 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കണ്ടിരിക്കുകയാണല്ലോ. 2 വർഷം മുന്നേ ഇതുപോലൊരു മെയ് മാസമായിരുന്നു 2018 മലയാള സിനിമ ഇൻഡസ്ട്രി ആദ്യമായിട്ട് 150 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കണ്ടത്. പിന്നീട് ഇതുവരെ ഈ 2 വർഷത്തിനിടയിൽ 6 മലയാളം സിനിമകളാണ് 150 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ ആ 150 കോടി കളക്ഷൻ നേടിയെടുത്ത 6 സിനിമകളെ കുറിച്ചും ഒപ്പം തന്നെ തുടരും എന്ന സിനിമ നിലവിൽ മറികടന്ന 150 കോടിയിലധികം കളക്ഷൻ കടന്ന സിനിമകളെ കുറിച്ചുമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഞായറാഴ്ച കളക്ഷനോടെ 160 കോടിയിലേക്ക് തുടരും കളക്ഷൻ എത്തുന്നതോടെ 2 സിനിമകളെയാണ് 150 കോടിയിലധികം കളക്ഷൻ കടന്ന സിനിമകളിൽ തുടരും മറികടക്കുന്നത്. 2 സിനിമകളും കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളാണ്. അതിലൊന്ന് ഫഹദിന്റെ ആവേശമാണെങ്കിൽ മറ്റൊന്ന് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയാണ്. ആവേശമെല്ലാം തന്നെ വലിയ ഹൈപ്പിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. ആ സിനിമ 1 മാസം കൊണ്ട് നേടിയെടുത്തത് ഇപ്പോഴത്തെ തുടരും 10 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആവേശം 156 കോടി കളക്ഷൻ നേടിയെടുത്തപ്പോൾ ആടുജീവിതം 159 കോടി കളക്ഷൻ ആയിരുന്നു നേടിയെടുത്തത്. അങ്ങനെ ആടുജീവിതം, ആവേശം എന്നീ സിനിമകളെ മറികടന്നാൽ ലാലേട്ടന്റെ തുടരും എന്ന സിനിമയ്ക്ക് ഇനി മറികടക്കാനായിട്ടുള്ളത് 2018 എന്ന പ്രളയ സിനിമയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ ഫൈനൽ കളക്ഷനായ 175 കോടി കളക്ഷനാണ്. നാളെ മെയ് 5-ാം തീയതി 2018 തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് 2 വർഷം തികയുകയാണ്. ഇപ്പോഴത്തെ 2018 ഫൈനൽ കളക്ഷൻ തുടരും അടുത്ത ദിവസങ്ങളിൽ മറികടക്കുമെന്ന് ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. 2018 കളക്ഷൻ മറികടന്നാൽ പിന്നെ തുടരും എന്ന സിനിമയ്ക്ക് മറികടക്കേണ്ടത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ, പിന്നെ 1-ാം സ്ഥാനത്തുള്ള എമ്പുരാന്റെ ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെയാണ്. 200 കോടി വേൾഡ് വൈഡ് ഗ്രോസ് തുടരും ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ സിനിമകളെ കളക്ഷൻ കൊണ്ട് മറികടക്കുമോ തുടരുമെന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ഇനി ലാലേട്ടന്റെ അടുത്തൊരു നേട്ടത്തിലേക്ക് കൂടി വരികയാണെങ്കിൽ എമ്പുരാൻ എന്ന സിനിമയാണെങ്കിലും ഒടിയൻ എന്ന സിനിമയാണെങ്കിലും ഇപ്പോഴത്തെ തുടരും എന്ന സിനിമയാണെങ്കിലും പല ദിവസങ്ങളിൽ കേരള ബോക്സ് ഓഫീസിൽ 7 കോടിയിലധികമാണല്ലോ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. മലയാള സിനിമ ഇൻഡസ്ട്രി ഇതുവരെ ഒരു മലയാളം സിനിമയിലൂടെ കേരള ബോക്സ് ഓഫീസിൽ 7 കോടിയിലധികം കളക്ഷൻ കണ്ടിരിക്കുന്നത് ലാലേട്ടൻ സിനിമകളിലൂടെ മാത്രമാണ്. 10 തവണയാണ് കേരള ബോക്സ് ഓഫീസ് ഇതുവരെ മലയാളം സിനിമകളിലൂടെ 7 കോടി കളക്ഷൻ കണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്ക്.